നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ ദ ഫോഴ്സസ് ഇൻ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ട്രസ് ഷോൺ ഇൻ ഫിഗർ ബൈ യൂസിങ് മെത്തേഡ് ഓഫ് ജോയിൻസ്. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് കണ്ടീഷൻ ആണ്. ഒരെൻഡിൽ അത് ഹിഞ്ചഡ് സപ്പോർട്ടാണ്, അനദർ എൻഡിൽ അത് റോളർ സപ്പോർട്ടുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് കണ്ടീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടായിരിക്കും, അതുപോലെ ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ VA/HA എന്ന് പറഞ്ഞ് എഴുതുവാണ്. ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ, റോളർ സപ്പോർട്ടിൽ ഒരു റിയാക്ഷൻ, ദാറ്റ് ഈസ് VD. ഓക്കെ, ഫസ്റ്റ് ഞാൻ കണ്ടുപിടിക്കേണ്ടത് VA ആൻഡ് VD ആൻഡ് HA. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ HA ഞാൻ ലെഫ്റ്റിലേക്ക് അസ്യൂം ചെയ്തിരിക്കുന്നു, കാരണം ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് റൈറ്റിലേക്ക് ആയതുകൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ലെഫ്റ്റ് ആയിരിക്കും എന്നുള്ള അസംഷനിൽ ഞാൻ ലെഫ്റ്റിലേക്ക് അസ്യൂം ചെയ്യുന്നു. VA/VD ഞാൻ അപ്വേർഡ് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പം സമ്മേഷൻ ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വിലിബ്രിയം കൺസെപ്റ്റ് അപ്ലൈ ആണ്. അപ്പോൾ ഈ ട്രസ്സിലുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ഒന്ന് 60 ആണ്, അത് ടുവേർഡ്സ് റൈറ്റ് ആണ്. പിന്നെ HA ടുവേർഡ്സ് ലെഫ്റ്റ് ഞാൻ അസ്യൂം ചെയ്തത് ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -HA ഈസ് ഈക്വൽ ടു -60 കിട്ടും. അപ്പോൾ HA ഈസ് ഈക്വൽ ടു 60 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അതായത് എൻ്റെ അസംഷൻ ശരിയാണ്, എനിക്കിപ്പോൾ HA പ്ലസിൽ കിട്ടി. എൻ്റെ അസംഷൻ ശരിയാണ്, HA ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെയാണെന്നുള്ളത് കിട്ടി. ഇനി റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് അബൌട്ട് A ഈസ് ഈക്വൽ ടു 0. ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ മതി. ഞാനിപ്പോൾ Aക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ Aയിലേക്കുള്ള ഫോഴ്സുകളുടെ മൊമെന്റ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0 എന്നാണ് ഇക്വിലിബ്രിയം കൺസെപ്റ്റ്. അപ്പോൾ Aയിലേക്ക് രണ്ട് ഫോഴ്സുകൾ വരുന്നുണ്ട്, റിയാക്ഷൻ VA ആൻഡ് HA അല്ലേ. അപ്പോൾ VA/HA രണ്ട് റിയാക്ഷൻ കാരണം Aയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് 0 തന്നെയായിരിക്കും, കാരണം Aയിലൂടെ തന്നെയാണ് രണ്ട് റിയാക്ഷൻസും പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് എഴുതണം നിർബന്ധമില്ല, എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. VA/0 പ്ലസ് HA/0. ഓക്കെ, ഇനി 60 കിലോ ന്യൂട്ടൺ ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്യുന്നു. നമ്മുടെ A എന്ന് പറയുന്ന പോയിന്റ് താഴെയാണ്, റൈറ്റിലേക്ക് വന്ന് ഡൗൺവേർഡ്. അപ്പോൾ 60 കാരണം Aയിലേക്ക് വരുന്ന മൊമെന്റ് എന്ന് പറയുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് പോസിറ്റീവായിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവായിട്ടും അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണല്ലോ. അപ്പോൾ പ്ലസ് 60 ഇൻറ്റു Aയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 4 ആണ്. ഓക്കെ, 60 ഇൻറ്റു 4. ഇനി 80 ഉണ്ട്, താഴോട്ട് ആക്ട് ചെയ്യുന്നു. A എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റിലാണ്, അപ്പോൾ താഴോട്ട് വന്നിട്ട് ടുവേർഡ്സ് ലെഫ്റ്റ്, ദാറ്റ് ഈസ് പ്ലസ് 80 ഇൻറ്റു 4. ക്ലോക്ക് വൈസ് ആണല്ലോ. ഇനി അടുത്തൊരു 80 കൂടെ ഉണ്ട് സിയിൽ, അതും താഴോട്ട് വന്ന് Aയിലേക്ക് ക്ലോക്ക് വൈസ് മൊമെന്റ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പ്ലസ് 80 ഇൻറ്റു Aയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4 + 4 ദാറ്റ് ഈസ് 8. ഇനി VD ഉണ്ട്, VD മുകളിലോട്ട് വന്ന് A എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് ആണ്, അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പം -VD ഇൻറ്റു 8 എന്നായിരിക്കും ഇക്വേഷൻ വരിക. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ VDയും കിട്ടും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ സിംപ്ലി സപ്പോർട്ടഡ് എൻഡ് കണ്ടീഷനുള്ള ട്രസ് കിട്ടിയാൽ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷൻ കണ്ടുപിടിച്ചിട്ട് വേണം ഓരോ ജോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, 7 മെമ്പേഴ്സ് ആണുള്ളത്. ആ 7 മെമ്പേഴ്സിലെയും ഫോഴ്സസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1, ഓക്കെ, ദാറ്റ് ഈസ് സപ്പോർട്ട് റിയാക്ഷൻസ്. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, VA/HA VB. ഓക്കെ, ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. ഇനി അതിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ സമ്മേഷൻ H ഈസ് ഈക്വൽ ടു 0 വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് 60 കിലോ ന്യൂട്ടൺ കിട്ടി ടുവേർഡ്സ് ലെഫ്റ്റ്. ഓക്കെ, വെർട്ടിക്കൽ റിയാക്ഷൻ അതുപോലെ കൺസിഡർ ചെയ്തു. സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് A എഴുതി. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ആയിരുന്നു കിട്ടിയത്. 80 ഇൻറ്റു 4 പ്ലസ് 60 ഇൻറ്റു 4 പ്ലസ് 80 ഇൻറ്റു 8 മൈനസ് VD ഇൻറ്റു 8. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് VD ഈസ് ഈക്വൽ ടു 1200/8 എന്നുള്ള രീതിയിൽ കിട്ടും, ദാറ്റ് ഈസ് 150 കിലോ ന്യൂട്ടൺ. ഇനി VA കിട്ടാൻ വേണ്ടിയിട്ട് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിലുള്ള വെർട്ടിക്കൽ ഫോഴ്സുകൾ ഒന്ന് VA, രണ്ടാമത്തെ VD. ഓക്കെ, വെർട്ടിക്കൽ ആണ്, രണ്ട് അപ്വേർഡ് ആണ്, അതുകൊണ്ട് പ്ലസ്സിൽ എഴുതി. പിന്നെ 80, രണ്ട് 80 ഉണ്ട്, രണ്ടും താഴോട്ടാണ്, അതുകൊണ്ട് -80 എന്ന് എഴുതാം. ഓക്കെ, -80 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് VD ഓൾറെഡി കിട്ടി, അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, VA പ്ലസ് VD -80 ഈസ് ഈക്വൽ ടു 0. VA പ്ലസ് VD 150 ആണല്ലോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 160. VA ഈസ് ഈക്വൽ ടു 160 മൈനസ് 150, VA ഈസ് ഈക്വൽ ടു 10 കിലോ ന്യൂട്ടൺ. അപ്പം 3 സപ്പോർട്ട് റിയാക്ഷൻസും എനിക്ക് കിട്ടി. VA കിട്ടി, VD കിട്ടി, HAയും കിട്ടി. അപ്പോൾ നോക്കണം
ഹിഞ്ച് സപ്പോർട്ടിൽ 2 റിയാക്ഷൻസ് ഉണ്ടാവും. ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ വിൽ ബി 0. ഓക്കെ, അപ്പൊ അത് നോക്കി കൃത്യമായിട്ട് എടുക്കണം. റോളർ സപ്പോർട്ടിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവില്ല, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഓരോ ജോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോവാണ്. നമുക്കറിയാലോ ഓരോ ജോയിന്റ് എടുക്കുമ്പോൾ 2 അൺനോൺസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ആദ്യം ജോയിന്റ് എന്നോ ഡിന്നോ സ്റ്റാർട്ട് ചെയ്യാം. ജോയിന്റ് എ നോക്കിയാൽ അതിൽ 2 അൺനോൺസ് ആണുള്ളത്. റിയാക്ഷൻസ് നമുക്ക് 2 കിട്ടി, പിന്നെ 2 മെമ്പേഴ്സ് ആണുള്ളത്. ആ മെമ്പറിലെ ഫോഴ്സസ് മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. ഡി എന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എയിലുള്ള ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ജോയിന്റ് എ. കൺസിഡർ ജോയിന്റ് എ. അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരച്ചാൽ ഈ രീതിയിലാണ്. ഓക്കെ, അവിടെ ജോയിന്റ് എ, അവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ HA60, വെർട്ടിക്കൽ റിയാക്ഷൻ VA10, പിന്നെ AB എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് PAB ആൻഡ് AE എന്ന് പറയുന്ന മെമ്പറിലെ ഫോഴ്സ് PAE. ഓക്കെ, എല്ലാം ടെൻസൈൽ ആയിട്ട് അസ്യൂം ചെയ്തു. PAB ആൻഡ് PAE മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തീറ്റ കണ്ടുപിടിക്കാം. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം അല്ലെ. ഈ ഹൈറ്റ് 4 ആണ്. അതുപോലെ തന്നെ ഈ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് AE എന്ന് പറയുന്ന സൈഡ്, അതായത് അഡ്ജസ്റ്റന്റ് സൈഡ് 4 ആണ്. അതായത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും 4 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടാൻ തീറ്റ എന്നുള്ള രീതിയിൽ എടുക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ തീറ്റ വാല്യൂസ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ തീറ്റ 45 കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇത് 45 ആണെങ്കിൽ ഇത് 90 ആണല്ലോ. അപ്പൊ ഇതും എന്ത് തന്നെയായിരിക്കും? 45 തന്നെയായിരിക്കും. ഓക്കെ, തീറ്റ ഇതും 45 തന്നെയായിരിക്കും. ഓക്കെ, ഇത് 90 ആണല്ലോ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇത് 45 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 45 ആയിരിക്കും. ആൾട്ടർനേറ്റ് ആംഗിൾ അല്ലെ, 45. ഇത് 45 കിട്ടിയത് 90 ആണല്ലോ, ഇതും 45 തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ തീറ്റ തീറ്റ, ഇത് തീറ്റ, ഇത് തീറ്റ, ഇത് 45 കിട്ടിയാൽ ഇതും 45 തന്നെയായിരിക്കും, കാരണം 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇത് 45 ആണെങ്കിൽ ഇതും 45 തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ ഞാൻ എല്ലാം കണ്ടുപിടിക്കുന്ന കാണിച്ചെന്നേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഈ തീറ്റ, അപ്പോൾ ഇത് തീറ്റ വാല്യൂ ടാൻ തീറ്റ 4/4 ടാൻ ഇൻവേഴ്സ് 1 45 കിട്ടി. ഓക്കെ, അപ്പൊ ഏതൊക്കെ സ്ഥലത്ത് 45 വരും, മറ്റുള്ള സ്ഥലങ്ങളിലെ ആംഗിളൊക്കെ ഏകദേശം എത്രയാണെന്നുള്ളത് ആംഗിളിന്റെ ആ ഒരു ബേസിക്സും കൺസെപ്റ്റ്സും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ ജോയിന്റ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഇസിക്കൽ 0 എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ, സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഇസിക്കൽ 0. ഏതൊക്കെയാ വെർട്ടിക്കൽ ഫോഴ്സ് ഉള്ളത്? 10 ഉണ്ട്, അപ്വേർഡ് ആണ്, അപ്പോൾ അത് പ്ലസ്സിൽ എഴുതി. ഇനി PAB, അതിനെ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ മുകളിലോട്ടാണ് ഏരോ മാർക്ക് വരിക, അപ്പോൾ പ്ലസ് എഴുതാം. റിസോൾവ് ചെയ്യുമ്പോൾ തീറ്റ നമുക്ക് ഹൊറിസോണ്ടൽ ആക്സിസിനോട് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ റിസോൾവ് ചെയ്താൽ PAB സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസിനോട് ചേർന്നിട്ടായതുകൊണ്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോസും അതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് വെർട്ടിക്കൽ കമ്പോണന്റ് സൈനും ആണ് വരിക. ഓക്കെ, ആംഗിൾ ഈസ് 10 പ്ലസ് PAB സൈൻ 45 ഈക്വൽ ടു 0. ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എഴുതി കഴിഞ്ഞാലോ, ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ള 60 ഉണ്ട്, ഒന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. പിന്നെ ഉള്ളത് PAE ഉണ്ട്, അത് ടുവേർഡ്സ് റൈറ്റ് ആണ്, പ്ലസ് PAE എഴുതാം. പിന്നെ ഉള്ളത് PABനെ റിസോൾവ് ചെയ്യണം, ദാറ്റ് ഈസ് അതും എറോ മാർക്ക് ടുവേർഡ്സ് റൈറ്റ് തന്നെയാണ് വരിക. PAB cos 45 ഈക്വൽ ടു 0. 10 വെർട്ടിക്കൽ ആയതുകൊണ്ട് അത് ഈക്വേഷനിൽ എടുക്കണ്ട. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് PAB ആൻഡ് PAE കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ PAB കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ PAB സൈൻ 45 ഈസ് ഈക്വൽ ടു -10 എന്ന് കിട്ടും. ഇപ്പോൾ സോൾവ് ചെയ്താൽ PAB ഈസ് ഈക്വൽ ടു -10 ബൈ സൈൻ 45, ദാറ്റ് ഈസ് -14.14 എന്ന് കിട്ടി. ഇപ്പോൾ മൈനസ് കിട്ടിയാൽ എൻ്റെ അസംഷൻ തെറ്റാണ്. ദാറ്റ് പർട്ടിക്കുലർ ഫോഴ്സ് ഈസ് കംപ്രസീവ്. ഓക്കെ, PAB ഈസ് ഈക്വൽ ടു 14.14 കിലോ ന്യൂട്ടൺ കംപ്രസീവ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി എങ്ങനെ എഴുതുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. സമ്മേഷൻ H ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് -60 പ്ലസ് PAE പ്ലസ് PAB cos 45 ഈസ് ഈക്വൽ ടു 0. -60 പ്ലസ് PAB വാല്യൂ ഓൾറെഡി നമുക്ക് കംപ്രസീവ് കിട്ടിയിരുന്നു, അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസിൽ കൊടുക്കണം. ഓക്കെ, കംപ്രസീവ് ആയതുകൊണ്ട് മൈനസിൽ കൊടുക്കണം. അപ്പോൾ -14.14 cos 45 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ PAE ഈസ് ഈക്വൽ ടു 70 കിലോ ന്യൂട്ടൺ എന്നുള്ള കിട്ടും, പ്ലസ്സിൽ കിട്ടും. അതിൻ്റെ അർത്ഥം അത് ടെൻസൈൽ ആണെന്നുള്ളതാണ്. അപ്പോൾ ജോയിന്റ്
എ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് അവിടെ 2 മെമ്പർ ഫോഴ്സസ് കിട്ടി, PAB ആൻഡ് PAE. ഓക്കെ, അടുത്ത നമ്മൾ ജോയിന്റ് ഡി എടുക്കാൻ പോവാണ്. ഓക്കെ, ജോയിന്റ് ഡി എടുക്കുവാണ്. ജോയിന്റ് ഡി എടുത്തിട്ട് PED ആൻഡ് PCD അല്ലെങ്കിൽ PDE ആൻഡ് PDC കണ്ടുപിടിക്കാൻ പോവാണ്. ഇപ്പം ജോയിന്റ് ഡി എടുക്കാം. കൺസിഡർ ജോയിന്റ് ഡി. ഇതാണ് അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഈ ആംഗിൾ 90 ഡിഗ്രി ആണല്ലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ. സമ്മേഷൻ V = 0. വെർട്ടിക്കൽ ഫോഴ്സ് ഉള്ളത് 150 മുകളിലോട്ട്, പിന്നെ ഉള്ളത് PDC മുകളിലോട്ട്. വേറെ സോൾവ് ചെയ്യാനൊന്നുമില്ല. =0. PDC = -150 എന്ന് കിട്ടും. ദാറ്റ് ഈസ് PDC = 150 kN കംപ്രസീവ്. ഓക്കെ, കംപ്രസീവ് ആണെന്നുള്ളത് കിട്ടി. അടുത്ത സമ്മേഷൻ ഹൊറിസോണ്ടൽ ഫോഴ്സ് = 0. ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സ് നോക്കിയാൽ ആകെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, PDE മാത്രം. ഓക്കെ, അപ്പോൾ -PDE ടുവേർഡ്സ് ലെഫ്റ്റ് ആയതുകൊണ്ട് -PDE എന്ന് എഴുതി =0. PDE = 0. ഓക്കെ, അപ്പം ജോയിന്റ് ഡിയിൽ നമുക്ക് PDEയും കിട്ടി, PDCയും കിട്ടി. അപ്പം 4 മെമ്പറിലുള്ള ഫോഴ്സസ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി അടുത്ത ജോയിന്റ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട്, ഇപ്പൊ നമുക്ക് ജോയിന്റ് ഡി എടുത്തിട്ട് ഈ 2 മെമ്പറിലുള്ള ഫോഴ്സസ് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി, ഇതും കിട്ടി, ഇതും കിട്ടി. ഓക്കെ, അടുത്ത നമുക്ക് വേണമെങ്കിൽ ജോയിന്റ് ഇ എടുക്കാം അല്ലെങ്കിൽ സി എടുക്കാം. ഓക്കെ, ഏത് വേണമെങ്കിലും നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ എടുക്കാൻ പോകുന്നത് കൺസിഡർ ജോയിന്റ് സി ആണ്. ഓക്കെ, ജോയിന്റ് സിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ എടുത്ത് വരച്ചു. ജോയിന്റ് സിയിൽ 80 kN എന്ന് പറയുന്ന ലോഡ് ഉണ്ട്. അപ്പോൾ അത് എടുക്കാൻ വിട്ടുപോരുത്. എക്സ്റ്റേണൽ ലോഡ് കൺസിഡർ ചെയ്യണം. പിന്നെ അതിൽ വന്ന് മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിലുള്ള ഫോഴ്സസും കൺസിഡർ ചെയ്യണം. അപ്പോൾ എല്ലാം ടെൻസൈൽ ആയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ജോയിന്റ് സി എടുത്തു കഴിഞ്ഞാൽ PCB എന്ന് പറയുന്ന മെമ്പർ ഫോഴ്സ് ഉണ്ടാവും, PCE ഉണ്ടാവും, PCD ഉണ്ടാവും. അത് മൂന്നും ടെൻസൈൽ ആയിട്ട് എടുക്കണം. ആംഗിൾസ് ഒക്കെ 45 തന്നെയാണല്ലോ. അപ്പം ജോയിന്റ് സി എടുത്തു. ഓക്കെ, ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തു. രണ്ടും തീറ്റ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ഫോഴ്സസും ടെൻസൈൽ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് = 0. വെർട്ടിക്കൽ ഫോഴ്സ് = 0 എടുത്താൽ ഇതിലുള്ള വെർട്ടിക്കൽ ഫോഴ്സ് PCD ഉണ്ട്, താഴോട്ടാണ്. അപ്പം -PCD, 80 താഴോട്ടാണ്, -80. ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യാം. അത് രണ്ടും സെയിം ആണ്. cos 45 sin 45 സെയിം ആണ്. ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ വെച്ച് തന്നെ എഴുതാം. റിസോൾവ് ചെയ്ത താഴോട്ടാണ് വരിക. അപ്പോൾ -PCE sin 45 ഓക്കെ =0. ഇനി സമ്മേഷൻ H = 0 ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉള്ള PCB ഉണ്ട്, അത് ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെയാണ്. അപ്പോൾ -PCB, പിന്നെ PCE റിസോൾവ് ചെയ്താൽ അതും ടുവേർഡ്സ് ലെഫ്റ്റ് തന്നെ ആയിരിക്കും. -PCE cos 45 = 0. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഹൊറിസോണ്ടലിന്റെ ഇക്വേഷൻ വരുന്നത്. രണ്ടും മൈനസിലായിരിക്കും. ഓക്കെ, നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ -PCD -PCE sin 45 -80 = 0. PCD നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നു. PCD നമുക്ക് കിട്ടിയിരിക്കുന്നത് 150 കംപ്രസീവ് എന്നാണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസിൽ കൊടുക്കണം. ഓക്കെ, -PCD എന്നാണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ മൈനസ് ഓഫ് 150, PCDന്റെ വാല്യൂ മാത്രമായിട്ട് കൊടുക്കുമ്പോൾ -150 എന്ന് അവിടെ കൊടുക്കണം. ഓക്കെ, മൈനസ് ഓഫ് 150. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം, അത് മാറിപ്പോരുത്. കംപ്രസീവ് ഉള്ളത് കൊടുക്കുമ്പോൾ ആ പർട്ടിക്കുലർ ഫോഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് കൊടുക്കാൻ വേണ്ടി വിട്ടുപോരുത്. -PCE sin 45 -80 = 0. അപ്പോൾ ഇത് +150 ആയി. -PCE sin 45 -80 = 0 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ PCE = 99 kN പ്ലസിൽ കിട്ടും. അതിൻ്റെ അർത്ഥം അത് ടെൻസൈൽ ആണെന്നുള്ളതാണ്. അടുത്ത സമ്മേഷൻ H = 0 എടുത്താൽ -PCB -PCE cos 45 = 0. -PCB -99 cos 45 = 0. PCE നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നല്ലോ. ടെൻസൈൽ ആയതുകൊണ്ട് ആ വാല്യൂ അതുപോലെ തന്നെ കൊടുത്താൽ മതി. കംപ്രസീവ് ആയിരുന്നെങ്കിൽ ഇവിടെ മൈനസ് കൊടുക്കേണ്ടി വന്നേനെ. ഓക്കെ, അപ്പോൾ -PCB -99 cos 45 = 0. -PCB = 99 cos 45. RHSലേക്ക് വന്നപ്പോൾ 99 പ്ലസ് ആയി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ PCB = -99 cos 45, ദാറ്റ് ഈസ് -70 kN. PCB നമുക്ക് -70 കിട്ടിയതുകൊണ്ട് ദാറ്റ് ഈസ് കംപ്രസീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 ഫോഴ്സുകളിൽ 2 ഫോഴ്സും കൂടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കിട്ടി? സി എടുത്തപ്പം ഇതും കിട്ടി, ഇതും കിട്ടി. നമുക്ക് ഒരെണ്ണമാണ് കിട്ടാൻ ബാക്കിയുള്ളത്. അപ്പം ഏതെങ്കിലും ഇഒ ബിഒ എടുത്തിട്ട് സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് = 0 എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രം എടുത്താൽ മതി. കാരണം BE എന്ന് പറയുന്ന വെർട്ടിക്കൽ മെമ്പർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ ഇക്വേഷൻ എടുത്താൽ നമുക്ക് അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് ജോയിന്റ് ആയിട്ട് ജോയിന്റ് ബി കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ജോയിന്റ് ബിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ആണത്. ഓക്കെ, ജോയിന്റ് ബി എടുക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ഫോഴ്സുകളും എടുത്തിരിക്കണം. ജോയിന്റ് ബി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെ
60 ടുവേർഡ്സ് റൈറ്റ് ഉണ്ട്, 80 ടുവേർഡ്സ് ഡൗൺവേർഡ് ഉണ്ട്, PBE ഉണ്ട്, ഓക്കെ, PBA ഉണ്ട്, PBC ഉണ്ട്. അപ്പൊ ഇത്രയും ഫോഴ്സുകൾ ഉണ്ട്. അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് അതിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ ജോയിന്റ് ബി എടുത്തു. അപ്പൊ അതിൽ 80, 60, ഓക്കെ, PBC, PBA, PBE ആംഗിൾ മാർക്ക് ചെയ്തു. എനിക്കിപ്പോ ഇതിൽ PBE മാത്രം മതി ആയതുകൊണ്ട് സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഇസിക്കൽ ടു 0 എടുത്താൽ മതി. അപ്പൊ ഇതിലുള്ള വെർട്ടിക്കൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ 80 ഉണ്ട്, താഴോട്ടാണ്, -80. പിന്നെ ഉള്ളത് PBE, അതും താഴോട്ടാണ്, അപ്പൊ -PBE. എല്ലാം ടെൻസൈൽ ആയിട്ട് അസൈൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഡയറക്റ്റ് താഴോട്ടേക്കാണ് PBE വരുന്നത്. അതേപോലെ PBA ഉണ്ട്, PBA റിസോൾവ് ചെയ്യുമ്പോഴും അതും താഴോട്ടാണ് വരുന്നത്. അപ്പൊ നമുക്കതിനെ -PBA cos 45 എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പൊ -PBE -PBA cos 45 -80 = 0. അപ്പൊ PBA വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. PBA വാല്യൂ ഇസ് കംപ്രസീവ് ആയിട്ട് 14.14 കിട്ടിയിരുന്നു. അപ്പൊ -PBE PBA വാല്യൂ -14.14 കൊടുത്തു. cos 45 -80 = 0. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ വരും. -PBE -70 = 0, -PBE = 70, PBE = -70. ദാറ്റ് ഈസ് മൈനസ് കിട്ടിയതുകൊണ്ട് PBE എന്ന് പറയുന്നത് 70 kN കംപ്രസീവ് ആണ്. അപ്പൊ എല്ലാ മെമ്പർ ഫോഴ്സസും നമുക്ക് കിട്ടി. അപ്പോൾ ABയിലുള്ള മെമ്പർ ഫോഴ്സ് 14.14 kN കംപ്രസീവ്, എയിലുള്ളത് 70 kN ടെൻസൈൽ, ബിയിലുള്ളത് 70 kN കംപ്രസീവ്, BCയിലുള്ളത് 70 kN കംപ്രസീവ്, ECയിലുള്ളത് 99 kN ടെൻസൈൽ, EDയിലുള്ളത് 0. അപ്പൊ അത് ടെൻസൈലും കംപ്രസീവ് അല്ല, 0 ആണല്ലോ. ആൻഡ് DC 150 kN കംപ്രസീവ്. എല്ലാ മെമ്പർ ഫോഴ്സസും നമുക്കായിട്ടുണ്ട്. ഇനി അതൊന്ന് ഈ ഫിഗറിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. മൂവിങ് ടുവേർഡ്സ് ദ ജോയിന്റ് ഈസ് കംപ്രസീവ്. അപ്പം AB എന്ന് പറയുന്ന മൂവിങ് ടുവേർഡ്സ് ദ ജോയിന്റ് കംപ്രസീവ് 14.14. AE മെമ്പറിലെ ഫോഴ്സ് 70 kN ടെൻസൈൽ ആണ്. മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ്, ഇന്നും എന്നും എറോ മാർക്ക് ഇടേണ്ടത് അവേ ആയിട്ടാണ്. അടുത്തത് B എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് കംപ്രസീവ് ആണ്, മൂവിങ് ടുവേർഡ്സ് ദ ജോയിന്റ് 70 kN. BCയിലും അതുപോലെ കംപ്രസീവ്, മൂവിങ് ടുവേർഡ്സ് ദ ജോയിന്റ് 70. ECയിൽ ടെൻസൈൽ ആണല്ലോ 99, മൂവിങ് അവേ ഫ്രം ദ ജോയിന്റ്. ആൻഡ് EDയിൽ അത് 0 ആണ്. അപ്പൊ 0 ഈ രീതിയിൽ മാർക്ക് ചെയ്താൽ മതി. ആ മെമ്പറിൽ ജസ്റ്റ് 0 എന്ന് ഇങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, ആൻഡ് CD എന്ന് പറഞ്ഞ മെമ്പറിലെ ഫോഴ്സ് 150, ദാറ്റ് ഈസ് കംപ്രസീവ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫോഴ്സുകളും ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി.